സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഒന്ന് കൈകൾ കൂപ്പിക്കേ, കണ്ണുകളടച്ചേ. ഓരോരുത്തരും നിങ്ങളുടെ നിയോഗങ്ങൾ ഒരിക്കൽ കൂടെ മനസ്സിൽ ഓർക്കുക. പലവിധ നിയോഗങ്ങളോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഏതുതന്നെയാണെങ്കിലും കർത്താവെ, ഇന്നത്തെ ദിവസത്തിൽ അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുക. ഒരുപക്ഷെ മനസ്സിൽ വളരെ അസാധ്യമെന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും. പക്ഷേ അവയെല്ലാം ദൈവം സാധിച്ചു തരും. നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വസിച്ച കാര്യത്തെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം, അസാധ്യമായിരുന്ന വലിയ ഒരു കാര്യത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ അനുഭവിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി തൊട്ടു മുമ്പിൽ പരിശുദ്ധ അമ്മ ദൈവദൂതനിൽ നിന്ന് സ്വീകരിച്ച ആ വലിയ ശക്തി. ദൂതൻ അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ ശുശ്രൂഷ സമയത്ത് നിയോഗങ്ങൾ സമർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കുകയാണ്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ അതൊന്ന് ആവർത്തിച്ച് പറഞ്ഞ്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ഒന്നും കൂടെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലൂക്കാസ് വിശേഷം 12-ാം അധ്യായം 12-ാം തിരുവചനം എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ പഠിപ്പിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനം, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇത് നിങ്ങളിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ശക്തി പ്രാപിക്കും. നിങ്ങളിൽ ഈ വചനം സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായം 10-ാം തിരുവചനം, അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ശക്തമായി പ്രവർത്തിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനം, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു വന്നു. ഇതുപോലെ നിങ്ങളിലും പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവർത്തിക്കും, പ്രവർത്തിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റോമാലേഖനം 8-ാം അധ്യായം 15-ാം തിരുവചനം, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈ വചനം നിങ്ങളിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ,
സംഭവിക്കട്ടെ. ജോയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം തിരുവചനം. അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, ഞാൻ വർഷിക്കും, ഞാൻ വർഷിക്കും. ഈ വചനം നിങ്ങളിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശയ്യാ പ്രവചനം 30-ാം അധ്യായം 21-ാം തിരുവചനം. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ദൈവം നിന്റെ തീരുമാനങ്ങളെ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. 1 സാമുവേൽ 10-ാം അധ്യായം 6-ാം തിരുവചനം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും, മറ്റൊരു മനുഷ്യനായി നീ മാറും, മറ്റൊരു മനുഷ്യനായി നീ മാറും. നിന്നിലിത് സംഭവിക്കട്ടെ, നിന്നിലിത് സംഭവിക്കട്ടെ, നിന്നിലിത് സംഭവിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നിന്റെ മേൽ ആവസിക്കും. ഹാലേലുയാ, 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 ഹാലേലുയാ. 2 കൈകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. 10 വചനം പറഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞ വചനം ഉണ്ടല്ലോ, ഇത് വെറുതെ ആകാശത്തോട്ട് പോകാനുള്ളതല്ല, മറിച്ച് ഇത് അഭിഷേകമായി സ്വീകരിക്കാനുള്ളതാണ്. പരിശുദ്ധാത്മാവ്, വേറെ ഒന്നുമില്ല, പരിശുദ്ധാത്മാവ് മാത്രം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലും അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും. എൻ്റെ സഹോദര സഹോദരി, നീ ഇന്നോളം കടന്നു വന്ന മേഖലകളിൽ നിനക്ക് വലിയ സങ്കടങ്ങളുണ്ടാവും, ഒറ്റപ്പെട്ട അനുഭവങ്ങളുണ്ടാകും, അവഗണനകളുണ്ടാവും. ജീവിതത്തിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്ന അനേക മാതാപിതാക്കളുണ്ട്. എൻ്റെ പ്രിയരെ, പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ, പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ, പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ നിന്റെ ജീവിതത്തിൻ്റെ ഗതി മാറും. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം അതെന്തു തന്നെയാണെങ്കിലും, നിങ്ങളുടെ സങ്കടം അതെന്തു തന്നെയാണെങ്കിലും, നിങ്ങളുടെ ഉള്ളിലുള്ള പ്രാർത്ഥനാ നിയോഗം അതെന്തു തന്നെയാണെങ്കിലും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. മക്കളുടെ അഡ്മിഷനെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. മക്കളുടെ പഠന മേഖലയിലെ വിജയത്തെ ഓർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്. വിവാഹ ജീവിതത്തെ എന്താകുമെന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്. ജോലി മേഖലയോർത്ത് സങ്കടപ്പെടുന്നവരുണ്ട്. മാതാപിതാക്കൾ പരസ്പരം സങ്കടപ്പെടുന്ന പല വിഷയങ്ങളിലും. സ്വത്തിനെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെടുന്നവരുണ്ട്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് എല്ലാത്തിനും ഉത്തരം. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഇന്നീ ശുശ്രൂഷ സമയത്ത് കാറ്റടിക്കുന്ന അഭിഷേകം, ഇന്നീ ശുശ്രൂഷ സമയത്ത് തീ കത്തുന്ന അഭിഷേകം ഈ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്ന സമയമാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. കണ്ണുകളടച്ച് പല വിധത്തിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരും. ചിലർക്ക് ഭാഷാവരത്തിന്റെ കൃപകൾ നൽകും, ദർശനങ്ങളും പ്രവചനങ്ങളും രോഗശാന്തികളും നൽകും. അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. അടുത്ത് നിൽക്കുന്നവര് എന്ത് ചിന്തിക്കും, എങ്ങനെ പ്രാർത്ഥിക്കുമെന്നല്ല, മറിച്ച് നിനക്ക് പ്രാർത്ഥിക്കാൻ എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് കൃപ തന്നിട്ടുള്ളത് അതുപോലെ പ്രാർത്ഥിക്കട്ടെ. നാവ് തുറക്കണം, ഹൃദയത്തിന്റെ കെട്ടുകൾ അഴിയപ്പെടണം. വലിയ കൃപകൾ കൊണ്ട് നിറയപ്പെടുന്ന സമയമാണ്. മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് നിൽക്കാൻ നിനക്ക് സമയമില്ല, മറിച്ച് സ്വർഗത്തിന്റെ ശക്തി, ദ ഡ്യുനാമിസ് പവർ, സ്വർഗത്തിന്റെ ശക്തി ദൈവമക്കളിലേക്ക്
മക്കളിലേക്ക് വെളിപ്പെടുന്ന സമയമാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. വിലയുള്ളത് കിട്ടാൻ വില കൊടുത്ത് പ്രാർത്ഥിക്കണം. പോരന്നേ പോരന്നേ, കരങ്ങൾ ഉയർത്തണം, സ്വരം ഉയരണം. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. തീ കത്തുന്ന അഭിഷേകം. പോരാ 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 പോരാ. സ്വരമുയർത്തി സ്വരമുയർത്തി. പരിശുദ്ധാത്മാവ് 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 ആവർത്തിച്ച് പ്രാർത്ഥിച്ചത്. ദ ഹോളി സ്പിരിറ്റ്, മൈറ്റി പവർ, മൈറ്റി അനോയിന്റിംഗ്, ഹോളി സ്പിരിറ്റ് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. ദുഃഖിക്കുന്നവരിലേക്ക് സംഭവിക്കട്ടെ. കാറ്റടിക്കുന്ന അഭിഷേകം സംഭവിക്കട്ടെ. ദ മൈറ്റി പവർ. അനേക രോഗികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി. അനേക രോഗികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേക മാനസിക ദുഃഖങ്ങളിലുള്ളവരിലേക്ക് പരിശുദ്ധാത്മ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ കൈകളടിച്ച് ആമേൻ. എല്ലാവരും പാവന റൂഹായേ ആമേൻ. യെസ്, പഠിക്കേ പഠിക്കേ. ആത്മാവേ കൃപയായി നിറയൂ ആത്മാവേ, മഴ പോൽ പൊഴിയൂ ആത്മാവേ കൃപയായി നിറയൂ ആത്മാവേ, എന്നിൽ നിറയൂ പരിശുദ്ധാത്മാവേ. ആമേൻ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, പഠിക്കേ പഠിക്കേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. യെസ്, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പോരാ. ശക്തിയോടെ എല്ലാവരും ശരീരം ദൈവത്തിന് കൊടുത്തുകൊണ്ട് കൈയടിക്കട്ടെ. ഈ ശരീരത്തിന്റെ അധികാരം ദൈവമാണ്. ഓ ദൈവത്തിന്റെ ആത്മാവ്, ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കപ്പെടുവാൻ, ഇവിടെ നിന്ന് കൈകളടിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ദൈവത്തിന്റെ കാറ്റടിക്കുവാൻ, മരവിച്ച ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുവാൻ, ഒരു പുതിയ അഭിഷേകത്തിലേക്ക് നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കണം. പോരാ, നല്ല കൈയടി, ശക്തിയോടെ കൈയടിച്ചേ. കരങ്ങൾ താഴ്ത്തി കൈയടിച്ച്. ജോർദാൻ നദിയിൽ പ്രാവായി സിഹിയോനിൽ നീമാവായി ശ്രീഹന്മാരെ പൂരിതരാക്കിയ പരിശുദ്ധ റൂഹായി. ജോർദാൻ നദിയിൽ പ്രാവായി സിഹിയോനിൽ തീനാവായി ശ്രീഹന്മാരെ. ആമേൻ. ജോർദാൻ നദിയിൽ പ്രാവായി സിഹിയോനിൽ തീനാവായി ശ്രീഹന്മാരെ പൂരിതരാക്കിയ പരിശുദ്ധ റൂഹായി. പഠിക്കേ പഠിക്കേ. സെഹിയോനിൽ ശ്രീഹന്മാരെ. ആദിമസഭയിൽ ഇറങ്ങി വന്നൊരു പരിശുദ്ധാത്മാവേ, സഭയിൽ അഭിഷേകം നിറക്കണമേ. സംഭവിക്കട്ടെ. ആമേൻ. സഭയിൽ ഇറങ്ങി വന്നൊരു പരിശുദ്ധാത്മാവേ, ഇന്നീ സഭയിൽ അഭിഷേകം നിറക്കണമേ. സംഭവിക്കട്ടെ. മഴ പോൽ പൊഴിയൂ ആത്മാവേ കൃപയായി നിറയൂ ആത്മാവേ. മഴ പോൽ പൊഴിയൂ ആത്മാവേ കൃപയായി നിറയൂ ആത്മാവേ, എന്നിൽ നിറയൂ പരിശുദ്ധാത്മാവേ. ആമേൻ. പരിശുദ്ധാത്മാവേ. കൈകൾ ഉയർത്തി, കൈകളടിച്ച്. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ.
പഠിക്കേ പരിശുദ്ധാത്മാവേ, ചേർന്ന്. പരിശുദ്ധാത്മാവേ, ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. ചേർന്ന്. പരിശുദ്ധാത്മാവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് നിറയണമേ. ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ആമേൻ. പരിശുദ്ധാത്മാവേ, ചേർന്ന് പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. വിളിച്ചേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എന്നിൽ നിറയണമേ. എല്ലാവരും പരിശുദ്ധാത്മാവേ, സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ, ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ, എല്ലാവരും എന്നിൽ നിറയണമേ. പഠിക്കേ. പരിശുദ്ധാത്മാവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എന്നിൽ നിറയണമേ. ആഗ്രഹത്തോടെ സ്വരമുയർത്തി വിശ്വസിച്ച് എല്ലാവരും കൈകൾ അടിച്ച് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. മറ്റൊന്നും ചിന്തിക്കണ്ട. വിളിക്കണം പരിശുദ്ധാത്മാവേ, ആത്മാവേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. സ്വരമുയർത്തി രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നാവ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. വേറെ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടി. ആത്മാവേ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, എല്ലാ തടസ്സങ്ങളും മാറ്റണമേ. പരിശുദ്ധാത്മാവേ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കാമോ? മറ്റൊന്നും ചിന്തിക്കണ്ട. പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം നീ പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. വേറെ ഒന്നിനും വേണ്ടി നീ ഭാരപ്പെടണ്ട, ചോദിക്കണ്ട, അന്വേഷിക്കണ്ട. പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുന്ന ചിലര് മകനെ ഓർത്തും മകളെ ഓർത്തും കരഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളവരുണ്ട്. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. പരിശുദ്ധാത്മാവേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് ചില വഴികൾ തുറന്നു തരും. പരിശുദ്ധാത്മാവ് ചില വഴികൾ തുറന്നു തരും. പരിശുദ്ധാത്മാവ് നിനക്ക് ചില ബോധ്യങ്ങൾ നൽകും. പരിശുദ്ധാത്മാവ് ചില തീരുമാനങ്ങൾ എടുക്കാൻ കൃപ നൽകും. പരിശുദ്ധാത്മാവ് നിനക്ക് കൃത്യം വഴികൾ തുറന്നു തരും. ജീവിതത്തിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ചിലരുണ്ട്. അവരോടാണ് പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം പോലെ പറയുകയാണ്, മകനെ മകളെ നീ വിഷമിക്കണ്ട, നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് സ്വർഗത്തിൻ്റെ ശക്തിയെ പ്രവർത്തിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം പക്ഷേ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. യെസ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ വിശ്വസിച്ചോ? പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ശുശ്രൂഷ സമയത്ത് എന്നിൽ അത് സംഭവിക്കും. ഒരടയാളം പരിശുദ്ധാത്മാവ് എനിക്ക് തരും. നീ അത് ഏറ്റു പറഞ്ഞേ. നീ നിന്നോട് തന്നെ പറയണം, പരിശുദ്ധാത്മാവ് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരടയാളം എനിക്ക് തരും. അങ്ങനെ തന്നെ വിശ്വസിക്കണം. ചിലർ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്ന അനേകര് വളരെ കൺഫ്യൂസ്ഡ്, സംശയത്തിലാണ്, ഭാരത്തിലാണ്. എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. ഭാരപ്പെടണ്ട. നീ പരിശുദ്ധാത്മാവിനെ വട്ടം പിടിച്ചോ. പരിശുദ്ധാത്മാവ് നിന്നെ ക്രമീകരിക്കും. നിന്റെ തലയ്ക്കകത്ത് ഇപ്പോഴുള്ള വിഷമം അതെന്താണോ ആ വിഷമത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചോണം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് മാത്രം നീ പ്രാർത്ഥിച്ചാൽ മതി. വേറെ ഒന്നിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ട.
അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അനേകരുടെ നാവിൽ ഭാഷാവരത്തിൻ്റെ കൃപ നൽകുന്നുണ്ട്. അത് ഉപയോഗിക്കണം. സംശയിക്കാതെ പ്രാർത്ഥിക്കണം. ചിലരിങ്ങനെ സംശയിക്കുകയാണ്, ഇത് ഭാഷാവരമാണോ അതോ ഇത് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണോ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയുണ്ടോ? അതൊന്നും ഭാരപ്പെടേണ്ട. കർത്താവിൻ്റെ മുമ്പിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ഭാഷയുടെ സൗന്ദര്യം നോക്കണ്ട, ഏത് ഭാഷ എന്ന് ചിന്തിക്കേണ്ട. നിന്റെ ഉള്ളിലുള്ള ആ വികാര വിചാരങ്ങൾ ഇതാ പ്രാർത്ഥനയായി മാറുകയാണ്. നിന്നിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. നിന്നിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. അത്ഭുതകരമായ കൃപകളാണ് പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയുടെ ഈ സമയത്ത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ശക്തിയാണ്, സ്വർഗത്തിൻ്റെ ശക്തിയാണ് നിന്നിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അസാധ്യമെന്ന് കരുതുന്ന അനേക കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിനക്ക് സാധിച്ചു തരും. വിശ്വസിക്കൂ, വിശ്വസിക്കൂ. നീ നിന്നോട് തന്നെ അത് ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. അതിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. സാവിയോ എന്ന പേരുള്ള ഒരു മകനെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഒരു അടയാളം കൊടുക്കുകയാണ്. കർത്താവ് നിന്റെ മേൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പ്രവർത്തിക്കുന്നു. അത്ഭുതകരമായ കൃപകളാണ് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചൊരിയുന്നത്. വിശ്വസിച്ചോണം, വിശ്വസിച്ചോണം, വിശ്വസിച്ചോണം. ഇന്ന് രാവിലെ മുതൽ ശക്തമായ ശരീരത്തിൽ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ക്ഷീണം. അങ്ങനെ ഇവിടെ വന്നതേ, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സഹോദരിയോടാണ് കർത്താവ് പറയുന്നത്, വിഷമിക്കേണ്ട, പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെടുന്നു. നിന്റെ ഈ ക്ഷീണത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്ന അനേകരെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുകയാണ്. ലീലാമ എന്നുള്ള ഒരു സഹോദരിയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി നിലകൊള്ളുന്നു. പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുന്നു. വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നു. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. എല്ലാത്തിനും ഉത്തരം പരിശുദ്ധാത്മാവ്. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചോണം. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. രണ്ട് കരങ്ങൾ അങ്ങനെ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് ശരീരത്തിലോട്ട് ആ സ്തുതിപ്പിൻ്റെ കൃപ ഒഴുകട്ടെ. ശരീരത്തിലെ രോഗങ്ങളിലേക്ക് ഒഴുകട്ടെ. നാളുകളായിട്ട് അനുഭവപ്പെടുന്ന ഭാരങ്ങളിലേക്ക് ഒഴുകട്ടെ. നിന്റെ ശരീരത്തിൻ്റെ എല്ലാ ജീവിത അനുഭവങ്ങളിലേക്കും ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒഴുകട്ടെ. ഉദര സംബന്ധമായ രോഗങ്ങളെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. കൈകാലുകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം അനുഗ്രഹിക്കുക. വിശ്വസിക്കുക.